ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രമേ നമുക്ക് പ്രചോദനമാവുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഇറക്കാനായിട്ട്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. സാർ ഒരു വീഡിയോ കണ്ട് മെസ്സേജ് അയക്കുന്നതാണ്. ഷിപ്പിൽ കയറാനായി എത്ര ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, വേക്കൻസി എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കഴിഞ്ഞ് IET ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ 1 മന്തായി ജോബിൽ കയറി വർക്ക് ചെയ്യുന്നു. സോ പുള്ളിക്ക് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനായിട്ടാണ് താല്പര്യം. ക്രൂസ് ഷിപ്പിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്ക് വരാൻ സാധിക്കുക. CA സുഹൃത്ത് ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ ഓൾറെഡി പുള്ളി 1 മന്തായിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനാണ് താല്പര്യം. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ക്രൂസ് ഷിപ്പിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ക്രൂസ് ഷിപ്പിലെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചാൽ നല്ല ടിപ്പ് സാലറി കിട്ടും. അതാണ് മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്തത്. സോ ഞാൻ വർക്ക് ചെയ്ത ലാസ്റ്റ് വെസൽ NCL ക്രൂസ് ഷിപ്പിൽ അവർ അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് പിന്നെ സീനിയർ ഹൗസ് കീപ്പിംഗ് ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഹൗസ് കീപ്പിംഗ് വരുന്നത്. മീൻസ് ഗസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. സോ ഗസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അതായത് ഗസ്റ്റ് ക്യാബിൻ ക്ലീനിങ്ങിനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റിന് ഇപ്പോൾ നിങ്ങളുടെ ബേസിക് സാലറി കുറവായിരിക്കും. $1500 ആയിരിക്കും അസിസ്റ്റൻറ്റിന് കിട്ടുന്നത്. സോ അതിൻ്റെ കൂടെ ടിപ്പ്. സോ ടിപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു $2200 $2500 വരെ കിട്ടും. പിന്നെ ഇതിൻ്റെ സീനിയർ ഹൗസ് കീപ്പിംഗ്, സീനിയർ യൂട്ടിലിറ്റി ക്ലീനർ ഇൻ ഗസ്റ്റ് ഏരിയ. സോ ഇങ്ങനെ 2 സെക്ഷനായിട്ടായിരിക്കും ഹൗസ് കീപ്പിങ്ങിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. സോ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പല പല പൊസിഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള പൊസിഷനാണ് പറഞ്ഞത്. ഇതിന് സാലറി നമുക്ക് നോക്കാം. സീനിയർ ഹൗസ് കീപ്പിങ്ങിൻ്റെ കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ $2000 ആയിരിക്കും ബേസിക് കൊടുക്കുന്നത്. സോ അതിൻ്റെ കൂടെ ഓവർ ടൈം അല്ല, അതിൻ്റെ കൂടെ ടിപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 3000 വരെ സാലറി കിട്ടും. സോ ഇതാണ് ഈ നല്ലൊരു ടിപ്പ് കിട്ടുന്ന പൊസിഷനാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതാണ് എല്ലാവരും ഈ പൊസിഷനിലേക്ക് വരാനായിട്ട് ചൂസ് ചെയ്യുന്നത്. സോ നമുക്കിനി നോക്കാം ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് ഇപ്പോൾ ഓൾറെഡി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഡിപ്ലോമ കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇത് ഹൗസ് കീപ്പിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഈ സുഹൃത്ത് വെച്ചിരിക്കുന്നത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ വെബ്സൈറ്റിൽ കൂടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ലഭിക്കുമെന്ന്. സോ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ കരീബിയൻ കാരിയേഴ്സ്. റോയൽ കരീബിയൻ കാരിയേഴ്സ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അത് RCL കാരിയേഴ്സ്. റോയൽ കരീബിയൻ കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റോയൽ കരീബിയൻ ക്രൂസ് ലൈൻ. സോ വൺ ഓഫ് ദ വേൾഡ് ബിഗസ്റ്റ് ക്രൂസ് ഷിപ്പ് ഉള്ള കമ്പനിയാണ് റോയൽ കരീബിയൻ ക്രൂസ് ലൈൻ. സോ റോയൽ കരീബിയൻ ക്രൂസ് ലൈനിലേക്ക് കയറാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് റോയൽ കരീബിയൻ കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ റോയൽ കരീബിയൻ കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ CV, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുക. സോ ഒരു വെബ്സൈറ്റ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത് നോക്കാം. അടുത്തതുള്ളത് NCL കാരിയേഴ്സ് എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. സോ ഒരു പേനയും പേപ്പറുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു വ്ളോഗാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ നമുക്കിനി അടുത്ത വെബ്സൈറ്റ് കാർണിവൽ ക്രൂയിസ് ലൈനിൽ കയറാനായിട്ട് കാർണിവൽ ക്രൂയിസ് കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. നിങ്ങൾ ഈ ഓരോന്ന് കാരിയേഴ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്പനിയുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ആവും. അല്ലെങ്കിൽ നിങ്ങൾ CV ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേക്കൻസി വരുന്നതനുസരിച്ചിട്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് അൾട്രാ ലക്ഷറി ക്രൂയിസിൽ കയറാനായിട്ട് ഓഷ്യാന ക്രൂയിസ് കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് സിൽവർ സീ ക്രൂയിസ് കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇതൊക്കെ അൾട്രാ ലക്ഷറി ക്രൂയിസ് ലൈൻ അണ്ടറിലുള്ള കമ്പനികളാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന വെബ്സൈറ്റുകൾ. സോ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്ക് ഇന്ത്യയിൽ ത്രൂ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമാർസീസ് ഓവർസീസ് കൺസൾട്ടൻസി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവർ ഇപ്പോൾ തന്നെ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. സോ ഈ കൺസൾട്ടൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇവരുടെ അണ്ടറിൽ നല്ല അൾട്രാ ലക്ഷറി ക്രൂയിസ് ലൈനിലേക്ക് അവൈലബിൾ ആണ്. സോ ഈസി ആയിട്ട് ജോബ് പെട്ടെന്ന് തന്നെ കിട്ടും. സോ ഒന്നുകൂടി പറയുന്നത് കമാർസീസ് ഓവർസീസ് കൺസൾട്ടൻസി ഗോവ എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. അതിൽ വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് CV അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എയർബോൺ കൺസൾട്ടൻസി. അത് എയർബോൺ കാരിയേഴ്സ് എന്ന് അടിച്ചാലും നിങ്ങൾക്ക് ഈ ഏജൻസിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. പിന്നെ വരുന്നത് ഹിരൺ ഇൻ്റർനാഷണൽ കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് ക്രൂയിസ് കാരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ ഇതിലൊന്നും കിട്ടാണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
വി ഷിപ്പ് ലേസർ ക്രൂയിസ് കാരിയേഴ്സ്. വി ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് അവർ അണ്ടറിലുള്ള ഷിപ്പിംഗ് കമ്പനി, അത് ഒരുപാട് കപ്പലുകൾ അവർ അണ്ടറിലുണ്ട്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് മൊണാക്കോ, യൂറോപ്പിലാണ്. സോ ഇതിലും നിങ്ങൾക്ക് ഏത് വേക്കൻസി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് വി ഷിപ്പ് ലേസർ കാരിയേഴ്സ് എന്ന്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന വെബ്സൈറ്റുകൾ. സോ ഇപ്പോൾ ഞാനൊരു ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചറൽ പിക്ചറാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞത്. സോ ഇങ്ങനെ ഒരുപാട് ഏജൻസികളും അവൈലബിൾ ആണ്. സോ ഇത് മെയിനായിട്ടുള്ള വലിയ വലിയ കപ്പലുകളുള്ള ഏജൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടേക്ക് ഷെയർ ചെയ്തത്. സോ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്തും പല വെബ്സൈറ്റുകൾ വിസിബിൾ ആവും. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏതൊക്കെ വെബ്സൈറ്റിലേക്ക് വേണമെന്ന്. സോ ഇതിലേക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷിപ്പിൽ ഫസ്റ്റ് ജോബ് കിട്ടാനായിട്ട് അവർ നിങ്ങളുടെ അടുത്ത് മാർലിൻ ടെസ്റ്റ് ചോദിക്കും. മാർലിൻ ടെസ്റ്റ് ഫോർ ക്രൂസ് ഷിപ്പ്. മാർലിൻ ടെസ്റ്റ് ഫോർ ക്രൂസ് ഷിപ്പ് എടുക്കാനായിട്ട് UK വെബ്സൈറ്റ്, അതായത് മാർലിൻ ടെസ്റ്റ് ഫോർ ക്രൂസ് ഷിപ്പ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. മാർലിൻസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മാർലിൻ ടെസ്റ്റ് ഫോർ ക്രൂസ് ഷിപ്പ് ഒരു $23 റേറ്റ് വരുന്നത്. ഏകദേശം ഒരു 1500 ആ റേഞ്ചൊക്കെയാണ് റേറ്റ് വരുന്നത്. അതിലൊരു 83% മാർക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഇംഗ്ലീഷ് ടെസ്റ്റാണ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റാണ് മാർലിൻ ടെസ്റ്റ് ഫോർ ക്രൂസ് ഷിപ്പ്. അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കുറച്ച് ഇംഗ്ലീഷിന് കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് US C1D വിസ. US C1D വിസ എടുക്കാനായിട്ട് അത് ഏജൻസി തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, PCC. നിങ്ങളെ ലോക്കൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. PCC ഇതൊക്കെയാണ്. പിന്നെ അറിയാലോ, പിന്നെ CDC ബുക്ക് എടുക്കാനായിട്ട് STCWൻ്റെ ഒരു 15 ദിവസം ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് CDC ബുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ STCW കോഴ്സ് നിങ്ങൾ പഠിച്ച് പാസ്സായാൽ മാത്രമേ അവർ സർട്ടിഫിക്കറ്റ് തരികയുള്ളൂ. അതിനുശേഷം CDC ബുക്ക് അപ്ലൈ ചെയ്യുക. ഒരു 3 മാസം കൊണ്ട് തന്നെ ഈ പരിപാടിയൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ്. സോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആരോൺ ബെന്നി എന്ന സുഹൃത്തിനെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട്. സോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള വീഡിയോസാണ് ഞാൻ മാക്സിമം ഇതിലേക്ക് ഷെയർ ചെയ്യുന്നത്. സോ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഇതിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഷിപ്പിലേക്ക് കയറാനായിട്ട്. SID എടുക്കണം, CPS ഐഡന്റിറ്റി ഡോക്യുമെന്റ്. അതിപ്പോൾ CDC ബുക്ക് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ത്രൂ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് SID അപ്ലൈ ചെയ്യാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ അത്ര ടെൻഷനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. എനിക്ക് റോയൽ കരീബിയൻ ക്രൂയിസ് ലൈനാണ് ഫസ്റ്റ് ജോബ് കിട്ടിയത്. അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് വന്നത്. അതിനുശേഷം ഞാൻ കാർണിവൽ ക്രൂയിസ് ലൈനിലേക്ക് അപ്ലൈ ചെയ്തു. ഞാൻ കാർണിവൽ ക്രൂയിസ് ലൈനിൽ ഒരു 1 കോൺട്രാക്ട്, ഒരു 8 മാസം ഫസ്റ്റ് കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് NCL ക്രൂയിസ് ലൈനിലാണ്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഐഡിയാസ് കിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കാണ്ടിരിക്കുക. നമുക്ക് തന്നെ ഒരു മനസ്സിലൊരു കട്ടി വേണം, എന്നാൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പലരും പല രീതിക്കായിരിക്കും ആൻസർ തരുന്നത്. പിന്നെ എൻ്റെ അക്കൗണ്ടിൽ പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. സോ എല്ലാവരും പല വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. ഞാൻ രക്ഷപ്പെട്ടല്ലേ നിങ്ങളും കൂടി രക്ഷപ്പെടട്ടെ എന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലെ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഈ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, അത് മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടൺ വരെ കിട്ടിയത്. സോ എനിക്കറിയാവുന്ന ഡീറ്റെയിൽസാണ് ഞാൻ ഇതിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക. ഇതിൻ്റെ മാക്സിമം ഞാൻ യൂട്യൂബ് ചാനൽ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അറിയാത്ത വ്യക്തികളെ ഒന്ന് രണ്ടാമത് റീവെന്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആരോൺ ബെന്നി എന്ന സുഹൃത്തിന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ സുഹൃത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. സോ ഇത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി കൂടുതൽ ഇൻപുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നല്ല ഇരുട്ടായിട്ട് വരുന്നു. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:45. ഞാനിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് വൈപ്പിൻ ബീച്ചിലാണ്. ഇവിടെ ഇപ്പോൾ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ എന്ന് മനസ്സിലാവും. സോ മൊത്തം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. സോ എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിച്ചത്. സോ എല്ലാവർക്കും താങ്ക് യു.